ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. പരമകാരുണ്യവാൻ കരുണാനിധിയേ, വിധി പറയും ദിവസത്തിനേകാധിപനേ, നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കണം ഞങ്ങളെ നേരായ മാർഗത്തിൽ. നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല, സന്മാർഗഭ്രഷ്ടർത്തൻ വഴിയിലുമല്ല. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഉമ്മു സലമയുടെ ഹിജറയെ പറ്റിയാണ്. അപ്പോൾ അവർ ഹിജറ പുറപ്പെട്ടു. അബൂ സലമയും ഉമ്മു സലമയും തൻ്റെ മകനെയും കൂട്ടി ഹിജറ പുറപ്പെട്ടെങ്കിലും വഴിയിൽ വെച്ച് അവർക്ക് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. 3 പേരും 3 വഴിക്കായി അല്ലേ. അവർ ഉമ്മു സലമയെ അവരുടെ ഗോത്രക്കാരായ ബനു മുഗീറ ഗോത്രത്തിലെ ആളുകൾ പിടിച്ചു കൊണ്ടുപോയി. ഇതറിഞ്ഞ അബ്ദുൽ അസദ് ഗോത്രക്കാർ വന്ന് അബൂ സലമ അവരുടെ മകനായ സലമയെ പിടിച്ചു കൊണ്ടുപോവുകയും ചെയ്തു. ഇതിൻ്റെയൊക്കെ ഇടയിൽപ്പെട്ട് പേടിച്ചുകൊണ്ട് അബൂ സലമ പേടിച്ചോടി മദീനയിൽ എത്തിച്ചേരുകയും ചെയ്തു അല്ലെ. വമളാ സൗജി അബൂ സലമ ഹത്താ ലഹിഖ ബിൽ മദീന ഫിറാറൻ ബിദീനിഹി വനഫ്സിഹി. ഇവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത്. വമളാ സൗജി, എൻ്റെ ഭർത്താവ് പോയി, അബൂ സലമ എൻ്റെ ഭർത്താവായ അബൂ സലമ പോവുകയും ചെയ്തു. ഹത്താ ലഹിഖ ബിൽ മദീന, മദീനയിൽ എത്തിച്ചേരുന്നത് വരെ. ഫിറാറൻ, അദ്ദേഹം പേടിച്ചോടിയതാണ്. ലഹിഖ എന്ന് പറഞ്ഞാൽ ലഹിഖ ബിയറിന് എത്തിച്ചേരുക എന്നാണ് അർത്ഥം. ഫിറാറൻ, അദ്ദേഹം പേടിച്ചോടിയതാണ്. ബിദീനിഹി, തൻ്റെ മതത്തെ ഓർത്തുകൊണ്ട്. വനഫ്സിഹി, തൻ്റെ സ്വന്തം ജീവനും ഓർത്തുകൊണ്ട് അദ്ദേഹം പേടിച്ച് ഓടിയതാണ്. ഓക്കെ, ഇനി മുതലുള്ള ഭാഗമാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ശ്രദ്ധിക്കേണ്ടത്. വഫീ ലഹ്ലാത്തിൻ വജത്തു നഫ്സി മുമസ്സഖത ശംൽ വഹീദതൻ ഫരീദതൻ ഹൈസു ഫുർരിഖ ബൈനി വബൈന സൗജി വബൈന ഇബ്നി ഫീ സഅ. ഉമ്മു സലമ തുടർന്ന് പറയാണ്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ തുടർന്ന് പറയാണ്, വഫീ ലഹ്ലാത്തിൻ, ആ നിമിഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആ ഒരു വിപത്ത് സംഭവിച്ച, ആ ഒരു ദുരന്തം സംഭവിച്ച മകനെയും ഭർത്താവിനെയും വേർപിരിക്കപ്പെട്ട ആ നിമിഷങ്ങളിൽ വജത്തു നഫ്സി, എനിക്ക് എന്നെക്കുറിച്ച് തന്നെ തോന്നി. വജത്തു നഫ്സി, എനിക്ക് എന്നെക്കുറിച്ച് തോന്നി. എന്താ തോന്നിയത്? മുമസ്സഖത ശംല, കൂട്ടം തെറ്റിയവളായിട്ട്. മുമസ്സഖത ശംല എന്ന് പറഞ്ഞാൽ കൂട്ടം തെറ്റിയതായിട്ട്. വഹീദത്തൻ, ഞാൻ ഒറ്റപ്പെട്ടു പോയി. ഫരീദത്തൻ, ഏകയായിപ്പോയി. രണ്ടും ഒരർത്ഥാണ്. വഹീദത്ത് ഫരീദത്ത് പറഞ്ഞാൽ ഒറ്റപ്പെട്ടു, ഏകയായിപ്പോയി എന്നൊക്കെയാണ് അർത്ഥം. ഹൈസു ഫുർരിഖ ബൈനി വബൈന സൗജി, എങ്ങനെയാണ് എപ്രകാരമാണ് ഞാൻ ഒറ്റപ്പെട്ടു പോയത്? ഹൈസു പറഞ്ഞ പ്രകാരം. ഏത് പ്രകാരം? ഫുർരിഖ ബൈനി, ഫുർരിഖ വേർപിരിക്കപ്പെട്ടു, ബൈനി എന്നെയും, വബൈന സൗജി എൻ്റെ ഭർത്താവിനെയും, വബൈന ഇബ്നി എൻ്റെ മകനെയും. അപ്പം എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും എൻ്റെ മകൻ്റെയും ഇടയിൽ വേർപിരിക്കപ്പെട്ടത് മൂലം ഞാൻ കൂട്ടം തെറ്റിയതായിട്ട് എനിക്ക് തോന്നി. ഫീ സഅ, ഒരൊറ്റ സമയം കൊണ്ട്. അപ്പോൾ ഒന്നിച്ച് ജീവിച്ചിരുന്ന ഞങ്ങൾ ഒരൊറ്റ സമയം കൊണ്ട് ഞങ്ങൾ 3 പേരും വേർപിരിക്കപ്പെട്ടതിനാൽ എനിക്ക് കൂട്ടം തെറ്റിയവളെ പോലെയായ ഒരവസ്ഥയാണ് എനിക്ക് എന്നെക്കുറിച്ച് തോന്നിയത്. വഫീ ലഹ്ലാത്തിൻ, ആ നിമിഷങ്ങളിൽ. വജത്തു നഫ്സി, എനിക്ക് എന്നെപ്പറ്റി തോന്നി.
മുമസ്സഖത ഷംല് കൂട്ടം തെറ്റിയതായിട്ട്, വഹീദത്തൻ ഏകയായതായി, ഫരീദത്തൻ ഒറ്റപ്പെട്ടതായി, ഹൈസു ഫുർരിഖ ബൈനി എൻ്റെ ഇടയിൽ വേർപിരിക്കപ്പെട്ട ഇതുകൊണ്ട്, വബൈന സൗജി എൻ്റെ ഭർത്താവിൻ്റെയും ഇടയിൽ വേർപിരിവുണ്ടാക്കി, എന്നെയും എൻ്റെ ഭർത്താവിനെയും, വബൈന ഇബിനി എൻ്റെ മകനെയും തമ്മിൽ വേർപിരിച്ചു, ഫീസാ ഒരൊറ്റ സമയം കൊണ്ട്. വമുൻദു ദാലിക്കൽ യൗമി ജഅൽതു അഖ്റുജു കുല്ല ഗദാത്തിൻ ഇലൽ അബ്തഹ് ഫഅജ്ലിസു ഫിൽ മക്കാനി അല്ലദീ ഷഹീദ മഅസാതി വഅസ്തഈദു സൂറത്തൽ ലഹ്ലാത്ത് അല്ലതീ ഹീല ബൈനി വബൈന സൗജി വബൈന വലദി വഅളല്ലു അബ്കി ഹത്താ യുഖയ്യിമ അലയ്യൽ ലൈൽ. നോക്കുക, വമുൻദു ദാലിക്കൽ യൗം ആ ദിവസം മുതൽ, അന്നു മുതൽ, വമുൻദു ഫ്രം മുതൽ, ദാലിക്കൽ യൗം ആ ദിവസം മുതൽ, അഥവാ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കപ്പെട്ട ആ ദിവസം മുതൽ, ജഅൽതു അഖ്റുജു ഞാൻ പുറപ്പെടുമായിരുന്നു. ജഅൽതു അഖ്റുജു, ഖറജ യഖ്റുജു എന്ന് പറഞ്ഞാൽ പുറപ്പെടുക. ജഅൽതു അഖ്റുജു ഞാൻ പുറപ്പെടുമായിരുന്നു, കുല്ല ഗദാത്തിൻ എല്ലാ ദിവസവും പ്രഭാതത്തിൽ, രാവിലെ, ഗദാത്ത് രാവിലെ, പ്രഭാതം എന്നൊക്കെയാണ് അർത്ഥം. അപ്പം എല്ലാ ദിവസവും രാവിലെ തന്നെ ഞാൻ പുറപ്പെടും, ഇലൽ അബ്തഹ് ആ മരുഭൂമിയിലേക്ക്. അബ്തഹ് എന്ന് പറഞ്ഞാൽ മരുഭൂമി. ഫജ്ലിസു എന്നിട്ട് ഞാൻ ഇരിക്കും, ആ മരുഭൂമിയിൽ പോയിട്ട് ഞാൻ ഇരിക്കും, ഫിൽ മക്കാൻ ആ സ്ഥലത്ത്. ഏത് സ്ഥലത്ത്? അല്ലദീ ഷഹീദ മഅസാതി എൻ്റെ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആ സ്ഥലത്ത്. ഷഹീദ എന്ന് പറഞ്ഞാൽ സാക്ഷ്യം വഹിച്ചു, മഅസാത്ത് എന്ന് പറഞ്ഞാൽ ദുരന്തം, മഅസാത്തി എൻ്റെ ജീവിത ദുരന്തത്തിന്, അഥവാ എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകനെയും വേർപിരിക്കപ്പെട്ട ആ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആ വഴിയിൽ പോയിട്ട് ഞാനിരിക്കും. വസ്തഈദു എന്നിട്ട് ഞാനിങ്ങനെ ആവർത്തിച്ചോർക്കും. അസ്തഈദു, ഇസ്തആദ യസ്തഈദു പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്ത് ഓർക്കുക. സൂറത്തൽ ലഹ്ലാത്ത് ആ നിമിഷങ്ങളിൽ ആ ചിത്രങ്ങൾ, എൻ്റെ ഭർത്താവിനെ അവർ പിടികൂടിയത്, അല്ല എൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് അവർ ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ തട്ടിപ്പറിച്ചു വാങ്ങിയത്, എന്നെ അവർ പിടികൂടിയത്, എൻ്റെ മകനെ അവർ പിടിവലി നടത്തിയത്, ഇതൊക്കെ ഞാനിങ്ങനെ ആവർത്തിച്ച് ഓർത്തുകൊണ്ടിരിക്കും. സൂറത്തുൽ അഹ്ലാത്ത് ആ നിമിഷങ്ങളിലെ ചിത്രങ്ങൾ, സൂറത്ത് ചിത്രം. അല്ലത്തി ഏത് ചിത്രങ്ങളെ? ഹീല ബൈനി വബൈന സൗജി എന്നെയും എൻ്റെ ഭർത്താവിനെയും വേർപിരിച്ച, ഹീല വേർപിരിക്കപ്പെട്ട, ഹീല ബൈനി എന്നെയും വബൈന സൗജി എൻ്റെ ഭർത്താവിനെയും തമ്മിൽ വേർപിരിക്കപ്പെട്ട ആ ചിത്രങ്ങളെ, ആ രൂപങ്ങളെ ഞാനിങ്ങനെ ഓർക്കും. വബൈന ബലദി എൻ്റെ മകനെയും വേർപിരിക്കപ്പെട്ട, അപ്പം എന്നെയും എൻ്റെ ഭർത്താവിനെയും എൻ്റെ മകനെയും തമ്മിൽ വേർപിരിക്കപ്പെട്ട ആ നിമിഷങ്ങളിലെ ആ ചിത്രങ്ങളെ ഞാനിങ്ങനെ അവിടെ ഇരുന്നിട്ട്, ആ ദുരന്തത്തിന് സാക്ഷ്യം വഹിച്ച ആ സ്ഥലത്തിരുന്നിട്ട് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഓർക്കും. വഅളല്ലു അബ്കി എന്നിട്ട് ഞാൻ അവിടെ കരഞ്ഞുകൊണ്ടേയിരിക്കും. അളല്ലു അബ്കി ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. ബക്കായ ബക്കി പറഞ്ഞാൽ കരയ, അബ്കി ഞാൻ കരയ. വഅളല്ലു അബ്കി ഞാൻ കരഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്താ യുഖയ്യിമ അലയ്യൽ ലൈൽ എന്നിൽ വന്ന് ഇരുട്ട് മൂടുന്നത് വരെ, അഥവാ വൈകുന്നേരമാകുന്നത് വരെ, രാത്രിയാകുന്നത് വരെ ഞാൻ അവിടെ തന്നെ ഇരുന്നു ആ ദുരന്തം ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. ഹത്താ യുഖയ്യിമ, യുഖയ്യിമ മൂടുക എന്നാണ്. അലയ്യ എന്നെ ഒന്ന് മൂടുന്നത് വരെ, അല്ലയിലോ രാത്രി അഥവാ ഇരുട്ട് വന്ന് മൂടുന്നത് വരെ അങ്ങനെ തന്നെ ഞാൻ അവിടെ ആ ദുരന്തം ഓർത്തുകൊണ്ട് കരഞ്ഞുകൊണ്ടേയിരിക്കും. തുടർന്ന് നോക്കുക, വബഖീതു അലാ ദാലിക സനതൻ ഔ ഖരീബൻ മിൻഹാ ഹത്താ മർറ ബി റജുലുൻ മിൻ ബനി അമ്മി വറഖ ലിഹാലി വറഹിമനി ഫഖാല ലി ബനി ഖൗമി അലാ തുഖ്രിജൂന ഹാദിഹിൽ മിസ്കീന ഫറഖ്തും ബൈനഹാ വബൈന സൗജിഹാ വബൈന ഇബ്നിഹാ വമാ സാല ബിഹിം യസ്തലീനു ഖുലൂബഹും ഹത്താ ഖാലൂ ലി ഇൽഹഖി ബിസൗജിക ഇൻ ശിഅ്ത്. വബഖീതു അലാ ദാലിക, വബഖീതു ഞാൻ അങ്ങനെ തന്നെ നിലനിന്നു, ആ അവസ്ഥയിൽ ഞാൻ അങ്ങനെ ജീവിച്ചു. അലാ ദാലിക അപ്രകാരം തന്നെ, അവരുടെ എൻ്റെ കുടുംബക്കാരുടെ തടവിലായിക്കൊണ്ട് ഞാൻ അപ്രകാരം ജീവിച്ചു. സനത്തൻ ഔ ഖരീബൻ ഒരു വർഷമോ അതിനോടടുത്ത കാലയളവിലോ. സനത്തർ ഒരു വർഷം, ഔ ഖരീബൻ അല്ലെങ്കിൽ അതിനോടടുത്ത് 10 മാസം 11 മാസത്തോളം. ഔ ഖരീബൻ മിൻഹ
ഹത്താ മർറബി റജുലുൻ മിൻ ബനി അമ്മി, ഏതുവരെ? ഹത്താ മർറബി, എൻ്റെ അരികിലൂടെ കടന്നു പോകുന്നത് വരെ. മർറബിയറ അരികിലൂടെ കടന്നു പോവുക. റജുലുൻ ഒരാള്, മിൻ ബനി അമ്മി എൻ്റെ പിതൃവ്യ കുടുംബത്തിൽപ്പെട്ട അഥവാ പിതാവിൻ്റെ സഹോദര കുടുംബത്തിൽപ്പെട്ട ഒരാള് എൻ്റെ അരികിലൂടെ കടന്നു പോകുന്നത് വരെ ആ അവസ്ഥയിൽ ഞാൻ അങ്ങനെ തന്നെ തുടർന്നു. വറക്ക ലിഹാലി, എന്താ അദ്ദേഹം കടന്നു പോയപ്പോൾ അദ്ദേഹത്തിന് ഉണ്ടായത്? വറക്ക, അദ്ദേഹത്തിന് അലിവ് തോന്നി. ലിഹാലി, എൻ്റെ അവസ്ഥയിൽ, എൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് അലിവ് തോന്നി. വറഹിമനി, എന്നോട് അദ്ദേഹം കരുണ കാണിച്ചു, അദ്ദേഹത്തിന് കരുണ തോന്നി. ഫഖാല, എന്നിട്ട് അദ്ദേഹം പോയി പറഞ്ഞു, ലിബനി ഖൗമി, എൻ്റെ ഗോത്രത്തിൻ്റെ ആളുകളോട്. ലിബനി ഖൗമി, എൻ്റെ ജനതയുടെ ആളുകളോട്, അല്ല എൻ്റെ ഗോത്രത്തിൻ്റെ ആളുകളോട് അദ്ദേഹം പോയിട്ട് പറഞ്ഞു. എന്ത് പറഞ്ഞു? അലാ തുഖ്രിജൂന ആദിഹിൽ മിസ്കീന, ഈ സാധുവായ സ്ത്രീയെ നിങ്ങൾക്ക് പോകാൻ അനുവദിച്ചുകൂടെ എന്ന് അദ്ദേഹം ചോദിച്ചു. അലാ തുഖ്രിജൂന, പുറപ്പെടാൻ അനുവദിച്ചുകൂടെ. ഖറജ യഖ്റുജുറ, പുറപ്പെടുക. അലാ തുഖ്രിജൂന, പുറപ്പെടാൻ അനുമതി നൽകിക്കൂടെ. ആദിഹിൽ മിസ്കീന, ഈ സാധുവായ സ്ത്രീക്ക്. ഫറഖ്തും ബൈനഹ, അവളെ നിങ്ങൾ വേർപിരിച്ചിട്ടുണ്ട്. വബൈന സൗജിഹ, അവളുടെ ഭർത്താവിനെയും. വബൈന ഇബ്നിഹ, അവളുടെ മകനെയും. അപ്പം അവളെയും അവളുടെ ഭർത്താവിനെയും അവളുടെ മകനെയും വേർപിരിച്ച് നിങ്ങൾ തടവിലിട്ട ഈ സാധുവായ സ്ത്രീയെ ഇനിയും നിങ്ങൾക്ക് പോകാൻ അനുവദിച്ചുകൂടെ എന്ന് അദ്ദേഹം അവരോട്, എൻ്റെ അവസ്ഥ കണ്ടിട്ട് അദ്ദേഹത്തിന് മനസ്സലിവ് തോന്നിയിട്ട് എൻ്റെ ജനതയോട് അദ്ദേഹം പോയിട്ട് പറഞ്ഞു. ഒമാസാല ബിഹിം, അദ്ദേഹം അത് ആവർത്തിച്ചു കൊണ്ടേയിരുന്നു, ഒന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സാധുവായ സ്ത്രീയെ പോവാൻ അനുവദിച്ചുകൂടെ എന്ന് അദ്ദേഹം റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഒമാസാല ബിഹിം, ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. യസ്തലീനു ഖുലൂബും, അവരുടെ ഹൃദയങ്ങള് മൃദുലമാകുന്നത് വരെ, ലോലമാകുന്നത് വരെ, അഥവാ മനസ്സലിവ് തോന്നുന്നത് വരെ. യസ്തലീനു, ലോലമാവുക, മൃദുലമാവുക എന്നൊക്കെയാണ് അർത്ഥം. ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങള് മൃദുലമാകുന്നത് വരെ. ഹത്താ ഖാലൂ ലീ, അവരെന്നോട് പറയുന്നത് വരെ, അഥവാ സമ്മതം കിട്ടുന്നത് വരെ അദ്ദേഹം അവരോട് അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. എന്താ അവരവസാനം എന്നോട് പറഞ്ഞത്? ഇൽഹഖി ബിസൗജികി ഇൻ ശിഅ്തി, നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭർത്താവിൻ്റെ കൂടെ പോയി ചേർന്നോ എന്ന് പറയുന്നത് വരെ. ഇൽഹഖി, നീ പോയി ചേരാം, നിനക്ക് പോയി ചേരാം. ബിസൗജിക്ക്, നിന്റെ ഭർത്താവിൻ്റെ കൂടെ. ഇൻ ശിഅ്തി, നീ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അഥവാ വേണമെങ്കിൽ നിനക്ക് നിന്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോയിക്കോ എന്ന് എൻ്റെ ഗോത്രത്തിലെ ആളുകൾ എന്നോട് പറയുന്നത് വരെ അദ്ദേഹം അവരോട് വാദിച്ചു കൊണ്ടേയിരുന്നു. ആ സാധുവായ സ്ത്രീ പോകാൻ അനുവദിച്ചുകൂടെ എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ സമൂഹത്തോട് ആവർത്തിച്ചു കൊണ്ടായിരുന്നു. അവസാനം എൻ്റെ ഗോത്രക്കാരെ എനിക്ക് എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള അനുമതി തന്നു. വറദ്ദ അലയ്യ ബനു അബ്ദുൽ അസദ് ഇബ്നി ഇൻദ ദാലിക് ഫറഹൽതു ബഈരി വവളഅതു ഇബ്നി ഫി ഹിജ്രി ثم خرجت أريد زوجي بالمدينة وما معي أحد من خلق الله. റദ്ദ അലയ്യ, എനിക്ക് മടക്കി തന്നു, എനിക്ക് തിരിച്ചു തന്നു. റദ്ദ അലയ്യ, എനിക്ക് മടക്കി തന്നു, തിരിച്ചു തന്നു. ബനു അബ്ദുൽ അസദ് ഗോത്രക്കാർ. ഇബ്നി, എൻ്റെ മകനെ. അപ്പോൾ എൻ്റെ ഭർത്താവിനെയും എന്നെയും തമ്മിൽ വേർപിരിച്ച ദേഷ്യത്തിൽ എൻ്റെ ഭർത്താവിൻ്റെ ഗോത്രക്കാർ ഞങ്ങളെ മകനെ പിടിച്ചു കൊണ്ടുപോയിരുന്നു, അബ്ദുൽ അസദ് ഗോത്രക്കാർ. അപ്പൊ എനിക്ക് എൻ്റെ ഗോത്രക്കാര് ഭർത്താവിനോട് കൂടെ പോയി ചേരാൻ അനുമതി കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും അവര് എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തന്നു. വറദ്ദ അലയ്യ, എനിക്ക് മടക്കി തന്നു, തിരിച്ചു തന്നു. ബനു അബ്ദുൽ അസദ് ഗോത്രക്കാർ. ഇബ്നി, എൻ്റെ മകൻ. ഇൻദ ദാലിക, അപ്പോൾ എനിക്ക് അനുമതി കിട്ടിയപ്പോൾ. ഫറഹൽതു ബഈരി, അങ്ങനെ എൻ്റെ ഒട്ടകത്തെ ഞാൻ യാത്രക്ക് വേണ്ടി തയ്യാറാക്കി. റഹൽതു, യാത്രക്ക് വേണ്ടി തയ്യാറാക്കി. നേരത്തെ വന്നിട്ടുള്ള ഒരു പദമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ബഈരി, എൻ്റെ ഒട്ടകത്തെ. വവളഅതു ഇബ്നി ഫി ഹിജ്രി, അങ്ങനെ യാത്രക്ക് വേണ്ടി തയ്യാറായി. വവളഅതു ഇബ്നി, എൻ്റെ മകനെ ഞാൻ വെച്ചു. ഫി ഹിജ്രി, എൻ്റെ മടിയിൽ, അഥവാ ഒട്ടകപ്പുറത്ത് കയറി എൻ്റെ മകനെ ഞാൻ എൻ്റെ മടിയിൽ ഇരുത്തുകയും ചെയ്തു. വളഅതു, ഞാൻ അവനെ വെച്ചു, അവനെ ഇരുത്തി. ഇബ്നി, എൻ്റെ മകനെ. ഫി ഹിജ്രി, എൻ്റെ മടിത്തട്ടിൽ. സുമ്മ ഖറജ്തു, പിന്നെ ഞാൻ പുറപ്പെട്ടു. ഉരീദു സൗജി ബിൽ മദീന, മദീനയിലുള്ള എൻ്റെ ഭർത്താവിനെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഉരീദ്, ഉദ്ദേശിച്ചുകൊണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട്.
സൗജി എൻ്റെ ഭർത്താവിനെ ബിൽ മദീന മദീനയിലുള്ള വമാ മഈ അഹദുൻ മിൻ ഖൽഖില്ലാഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളും ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സഹായത്തിനില്ലായിരുന്നു. അഥവാ ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ ചെറിയ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഒറ്റക്കാണ് യാത്ര പുറപ്പെടേണ്ടി വന്നത്. വമാ മഈ എൻ്റെ കൂടെ ഇല്ലായിരുന്നു അഹദുൻ ഒരാളും മിൻ ഖൽഖില്ലാഹ് അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാളും ഞങ്ങളെ സഹായിക്കാൻ ഞങ്ങളുടെ കൂടെ ആ യാത്രക്ക് ഉണ്ടായിരുന്നില്ല. ഹത്താ ഇദാ കുന്തു ബിത്തനഈം മക്കാനുൻ അലാ സലാസതി അംയാലിൻ മിൻ മക്ക ലഖീതു ഉസ്മാന ബിൻ ത്വൽഹ ഫഖാല ഇലാ ഐന യാ ബിൻത സാദ് റക്ബ് ഫഖുൽതു ഉരീദു സൗജി ബിൽ മദീന ഖാല ഹൽ അൻതി വഹീദ ഖുൽതു ലാ വല്ലാഹി മഅനാ. ശ്രദ്ധിക്കാം. ഹത്താ ഇദാ കുന്തു ബിത്തനഈം അങ്ങനെ ഞാൻ യാത്ര തുടർന്ന് തനഈം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഹത്താ ഇദാ കുന്തു ബിത്തനഈം ഞാൻ എൻ്റെ മകനെയും കൊണ്ട് ഒറ്റയ്ക്ക് ഒട്ടകപ്പുറത്ത് തനഈം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആ തനഈം എന്ന് പറയുന്ന സ്ഥലം മക്കാനുൻ അലാ സലാസതി അംയാലിൻ 3 മൈൽ ദൂരെയാണ് മിൻ മക്ക മക്കയിൽ നിന്ന്. ആ മക്കയിൽ നിന്ന് പുറപ്പെട്ട് 3 മൈൽ പിന്നിട്ട് തനഈം എന്ന സ്ഥലത്തെത്തിയപ്പോൾ ലഖീതു ഞാൻ കണ്ടുമുട്ടി ഉസ്മാന ബിൻ ത്വൽഹ എന്ന വ്യക്തിയെ. ഉസ്മാന ബിൻ ത്വൽഹ ആ പേര് ഓർത്തു വെക്കണം. ഉസ്മാൻ ബിൻ ത്വൽഹ എന്ന വ്യക്തിയെ ഞാൻ കണ്ടുമുട്ടി. ഫഖാല അദ്ദേഹം ചോദിച്ചു. അപ്പോൾ ഞാൻ എന്നെ കണ്ടുമുട്ടിയപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു ഇലാ ഐന യാ ബിൻത സാദ് റക്ബ് സാദ് റക്ബിന്റെ മകളെ നീ എങ്ങോട്ടാണെന്ന് ചോദിച്ചു. നമുക്കറിയാം സാദുർ റക്ബ് എന്നുള്ളത് ഉമ്മു സലമയുടെ പിതാവിന് നാട്ടുകാർ നൽകിയ ഒരു വിളിപ്പേരായിരുന്നു, അല്ലെ, യാത്രയിലെ ഭക്ഷണക്കാരൻ. ആ പേര് കിട്ടാനുള്ള കാരണമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാദ് റക്ബ് അഥവാ യാത്രയിലെ ഭക്ഷണക്കാരൻ്റെ മകളെ നീ എങ്ങോട്ടാണ് ഒറ്റക്ക് പോകുന്നത് എന്ന് ചോദിച്ചു. ഇലാ ഐന നീ എങ്ങോട്ടാണ് യാ ബിൻതറ മകൾ സാദ് റക്ബ് യാത്രയിലെ ഭക്ഷണക്കാരൻ്റെ മകളെ നീ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. ഫഖുൽതു അപ്പോൾ ഞാൻ പറഞ്ഞു ഉരീദു സൗജി ബിൽ മദീന എൻ്റെ മദീനയിലുള്ള എൻ്റെ ഭർത്താവിനെ ഉദ്ദേശിച്ചു കൊണ്ടാണ്, ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഉരീദു ഞാൻ ഉദ്ദേശിച്ചു കൊണ്ട് പുറപ്പെട്ടതാണ് സൗജി എൻ്റെ ഭർത്താവിനെ ബിൽ മദീന മദീനയിലുള്ള. കാല അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു അൽ അൻതി വഹീദ നീ ഒറ്റക്കാണോ പോകുന്നത്? കാരണം അന്നത്തെ കാലഘട്ടത്തിൽ അത്ര ദൂര യാത്ര സ്ത്രീകൾക്ക് ഒറ്റക്ക് പോകുക എന്നുള്ളത് അസാധ്യമായിരുന്നു. അപ്പം അദ്ദേഹം ചോദിച്ചു ഹൽ അൻതി വഹീദ നീ ഒറ്റക്കാണോ പോകുന്നത്? ഫഖുൽതു അപ്പം ഞാൻ പറഞ്ഞു ലാ അല്ല അല്ലാഹു മഅനാ ഞങ്ങളുടെ കൂടെ അള്ളാഹുവിൻ്റെ രക്ഷകനായിട്ട്. അഥവാ ആ വിശ്വാസത്തിൻ്റെ ദൃഢത പ്രകടിപ്പിക്കണം, ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ ദൃഢത. എന്ത് സംഭവിച്ചാലും ദൈവത്തിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണെന്നുള്ള ഉത്തമ ബോധമുണ്ടായിട്ട് അള്ളാഹ് ഞങ്ങളെ സംരക്ഷിക്കും എന്നൊരു ധൈര്യത്തിൽ പുറപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. കുൽത്തു ഞാൻ പറഞ്ഞു ലാ അല്ല അല്ലാഹു മഅനാ അള്ളാഹു ഉണ്ട് ഞങ്ങളുടെ കൂടെ ഞങ്ങളെ സംരക്ഷിക്കാൻ എന്ന് പറയുകയും ചെയ്തു. وأخذ بخطام البعير فانطلق معي يقودني فوالله ما صحبت رجلا من العرب أكرم منه ولا أشرف كان إذا بلغ منزلا من المنازل أناخ بي ثم تنحى إلى شجرة فالتجع تحتها فإذا دنا الرواح قام إلى بعيري فأعده ورحله ثم استأخر عني വക്കാല ഇർക്കബി വാഹദ. അപ്പം ഞാൻ ഒറ്റക്കാണ് എന്ന് മനസ്സിലായപ്പോൾ, ഒറ്റയ്ക്ക് യാത്ര പോകുന്നത് ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കി അദ്ദേഹം വാഹദ ബിഖിതാമിൽ ബഈർ ആ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാണ് അദ്ദേഹം പിടിച്ചു. അഹദ അദ്ദേഹം പിടിച്ചു ബിഖിതാമിൽ ബഈർ ഒട്ടകത്തിൻ്റെ കടിഞ്ഞാൻ. ഫൻതലക മഈ എന്നിട്ട് എൻ്റെ കൂടെ പോരുകയും ചെയ്തു. യഖൂദുനി എന്നെ നയിച്ചുകൊണ്ട്, അഥവാ എൻ്റെ ഒട്ടകത്തെ നയിച്ചുകൊണ്ട് അദ്ദേഹം എൻ്റെ കൂടെ പോരുകയും ചെയ്തു. ഫവല്ലാഹി അല്ലാഹു ആണ് സത്യം മാ സഹിബ്തു റജുലൻ മിനൽ അറബ് അറബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളുടെയും കൂടെ ഞാൻ സഹവസിച്ചിട്ടില്ല. മാ സഹിബ്തു ഞാൻ സഹവസിച്ചിട്ടില്ല റജുലൻ ഒരാളോടും കൂടെ മിനൽ അറബി അറബികളിൽപ്പെട്ട അക്റമ മിൻഹു ഇദ്ദേഹത്തെക്കാൾ മാന്യനായ വല അഷ്റഫ
ത്തേക്കാൾ ശ്രേഷ്ഠനായ, അഥവാ എൻ്റെ ജീവിതത്തിൽ അറബികളോടൊത്ത് ഞാൻ കഴിച്ചു കൂട്ടിയതിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും ശ്രേഷ്ഠനും ഏറ്റവും മാന്യനുമായ വ്യക്തിയായിരുന്നു ഉസ്മാൻ ഇബ്നു തൽഹ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് പറയുന്നുണ്ട്. എന്താ പറയാനുള്ള കാരണം? കാന ഇദാ ബലഗ മൻസിലൻ, ആ യാത്രക്കിടയിൽ അദ്ദേഹം എത്തിക്കഴിഞ്ഞാൽ, കാന ഇദാ ബലഗ എത്തിക്കഴിഞ്ഞാൽ, ബലഗ യബ്ലുഗന എത്തുക, കാനയിദാ ബലഗ മൻസിലൻ ഒരു വീടിന്റെ അടുത്ത് എവിടെയെങ്കിലും, മിനൽ മനാസിൽ വീടുകളിൽപ്പെട്ട, അഥവാ യാത്രക്കിടയിൽ ഏതെങ്കിലും വീടുകളിൽപ്പെട്ട ഒരു വീടിന്റെ അടുത്തെത്തി കഴിഞ്ഞാൽ, അനാഹബി എൻ്റെ ഒട്ടകത്തെ അദ്ദേഹം മുട്ടുകുത്തിക്കും. അനാഹറ മുട്ടുകുത്തുക, അനാഹബി എന്നെയും കൊണ്ട് എൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിക്കും. സുമ്മത്തനഹ പിന്നെ അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കും. തനഹ മാറി നിൽക്കുക, ഇലാ ഷജറത്തിൻ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക്. ഫലത്തജഅ തഹ്തഹ എന്നിട്ട് അതിന്റെ താഴെ അദ്ദേഹം വിശ്രമിക്കും. അഥവാ എനിക്ക് ഇറങ്ങാനുള്ള സൗകര്യം ചെയ്തു തന്ന് അദ്ദേഹം അവിടുന്ന് ദൂരേക്ക് പോയി ഏതെങ്കിലും മരത്തിന്റെ താഴെ ചെന്ന് അദ്ദേഹം വിശ്രമിക്കും. അങ്ങനെ ഫൈദാ ദന റവാഹ പോകാൻ അടുത്തു കഴിഞ്ഞാൽ, അഥവാ എൻ്റെ വിശ്രമം ഒട്ടകത്തിന്റെ വിശ്രമമൊക്കെ കഴിഞ്ഞ് യാത്ര തുടരാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, ഫൈദാ ദന അടുക്കുക, റവാഹ യാത്ര, കാമയില ബഈരി അദ്ദേഹം എൻ്റെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് വരും. ഫഅദ്ദഹു എന്നിട്ട് അതിനെ തയ്യാറാക്കും. വറഹലഹു അതിന്റെ ഒട്ടകക്കട്ടിൽ അതിന്റെ ഒട്ടകപ്പുറത്ത് വെച്ച് റെഡിയാക്കുക. റഹല റിഹലത്തിന് വേണ്ടി ഒട്ടകത്തെ തയ്യാറാക്കുക. അഅദ്ദ തയ്യാറാക്കുക, റഹല ഒട്ടകക്കട്ടിൽ ഒട്ടകപ്പുറത്ത് വെച്ച് റെഡിയാക്കുക. അപ്പോൾ കാമയില ബഈരി അദ്ദേഹം എൻ്റെ ഒട്ടകത്തിന്റെ അടുത്തേക്ക് വരും. ഫഅദ്ദഹു എന്നിട്ട് അതിനെ തയ്യാറാക്കും. വറഹലഹു അതിനെ യാത്രയ്ക്ക് വേണ്ടി ഒരുക്കും. സുമ്മസ്തഖറ വീണ്ടും അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കും. ഇസ്തഖറ വിട്ടു നിൽക്കാൻ, മാറി നിൽക്കും. എന്നിൽ നിന്ന്. വഖാല എന്നിട്ട് ദൂരെ മാറി എന്നിട്ട് അദ്ദേഹം പറയും, ഇർകബി വന്നിട്ട് വാഹനത്തിൽ കയറിക്കോളൂ എന്ന് പറയും. അപ്പൊ അത്രയും സൂക്ഷ്മത പാലിച്ചിട്ടായിരുന്നു അദ്ദേഹം എന്നെയും കൊണ്ട് യാത്ര പുറപ്പെട്ടത്. ആ യാത്രയിൽ ഉടനീളം അപ്രകാരമാണ് ചെയ്തത്. അതുകൊണ്ടാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പിന്നീട് പറഞ്ഞത്, വല്ലാഹി അല്ലാഹുവാണ് സത്യം, മാ സഹിബ്തു റജുലൻ മിനൽ അറബി അക്റമ മിൻഹു വലാ അശ്റഫ, അല്ലാഹുവാണ് സത്യം, അറബികളുടെ കൂട്ടത്തിൽപ്പെട്ട ഇദ്ദേഹത്തെക്കാൾ മാന്യനും ശ്രേഷ്ഠനുമായ മറ്റൊരാളുടെയും കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ സഹവസിച്ചിട്ടില്ല. അഥവാ ഞാൻ കണ്ടതിൽ ഏറ്റവും മാന്യനായ അറബിയും ഏറ്റവും മാന്യനായ ഏറ്റവും ശ്രേഷ്ഠനുമായ അറബി ഉസ്മാൻ ഇബ്നു തൽഹയാണ് എന്ന് അവര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. فإذا ركبت واستويت على بعيري أتى فأخذ بخطامه وقاده فلم يزل يصنع ذلك حتى قدم بي المدينة فلما نظر إلى قرية بني عمرو بن عوف بقباء وكان بها منزل أبي سلمة قال إن زوجك في هذه القرية فادخليها على بركة الله ثم انصرف راجعا إلى مكة. നോക്ക് അവസാനത്തിലാണ്. ഫൈദാ റക്കിബ്തു അങ്ങനെ ഞാൻ വന്ന് ഒട്ടകപ്പുറത്ത് വീണ്ടും കയറി കഴിഞ്ഞാൽ, വസ്തവൈത്തു ഞാൻ നേരെ ഇരുന്ന് കഴിഞ്ഞാൽ, ഇസ്തവൈത്തു ഇരിക്കുക, ഫൈദാ റക്കിബ്തു ഞാൻ കയറുകയും, വസ്തവൈത്തു അലാ ബഈരി എൻ്റെ ഒട്ടകപ്പുറത്ത് ഇരുന്നു കഴിയുകയും ചെയ്താൽ, അത്താ അദ്ദേഹം വീണ്ടും അതിൻ്റെ അടുത്തേക്ക് വരും. അത്താ അദ്ദേഹം വരും. ഫഅഖദ ബിഖിത്വാമിഹി എന്നിട്ട് അതിൻ്റെ കടിഞ്ഞാൺ അദ്ദേഹം പിടിക്കും. വഖാദഹു എന്നിട്ട് ആ ഒട്ടകത്തെ നയിക്കും. ഫലം യസൽ യസ്നഉ ദാലിക അപ്രകാരം അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. അഥവാ വിശ്രമത്തിന് സമയമായാൽ ഏതെങ്കിലും വീടിന്റെ അടുത്ത് കൊണ്ടുപോയി എൻ്റെ ഒട്ടകത്തെ മുട്ടുകുത്തിക്കും. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്ന് മാറി നിൽക്കും. വീണ്ടും യാത്രയ്ക്ക് വേണ്ടി സമയമായാൽ ഒട്ടകത്തെ തയ്യാറാക്കും, മാറി നിൽക്കും, എന്നോട് കയറാൻ പറയും. ഞാൻ വന്ന് കയറിയതിന് ശേഷം വീണ്ടും അദ്ദേഹം ഒട്ടകത്തിന്റെ അടുത്തേക്ക് വന്ന് അതിന്റെ കടിഞ്ഞാൺ പിടിച്ച് അതിനെ നയിക്കും. അതാണ് ഫലം യസൽ യസ്നഉ ദാലിക അപ്രകാരം അദ്ദേഹം ചെയ്തുകൊണ്ടേയിരുന്നു. ഹത്താ ഖദിമ ബി അൽ മദീന എന്നെയും കൊണ്ട് മദീനയിലേക്ക് എത്തുന്നത് വരെ. ഖദിമ എത്തുക, ഹത്താ ഖദിമ ബി എന്നെയും കൊണ്ട് എത്തുന്നത് വരെ അൽ മദീന മദീനയില്. ഫലമ്മാ നളറ ഇലാ ഖറിയ അങ്ങനെ ഒരു ഗ്രാമം പ്രകടമായപ്പോൾ, ഗ്രാമത്തിലേക്ക് കാണാൻ തുടങ്ങിയപ്പോൾ, ഫലമ്മാ നളറ പ്രകടമായപ്പോൾ, കാണാൻ തുടങ്ങിയപ്പോൾ, ഇലാ ഖറിയ ഗ്രാമം. ഏത് ഗ്രാമമാണ്? ബനി അംർ ബിൻ ഔഫ്, അംർ ബിൻ ഔഫ് ഗോത്രക്കാർ താമസിക്കുന്ന ഗ്രാമത്തിലെത്തിയപ്പോൾ, ബി ഖുബാ, ഖുബാ എന്ന പ്രദേശത്തുള്ള. വക്കാന ബിഹ അവിടെയായിരുന്നു മൻസിലു അബീ സലമ, അബൂ സലമ റളിയല്ലാഹു അൻഹു വീട് വെച്ചിരുന്നത് അവിടെയായിരുന്നു.
അപ്പൊ അവിടെയാണ് അബൂ സലമ റളിയല്ലാഹു അൻഹു അഥവാ എൻ്റെ ഭർത്താവിൻ്റെ വീടുള്ളത്. ഖാല, അദ്ദേഹം ഉസ്മാൻ ബിൻ ത്വൽഹ എന്നോട് പറഞ്ഞു, ഇന്ന സൗജകി ഫി ആദിഹിൽ ഖർയ, നിന്റെ ഭർത്താവ് ജീവിക്കുന്നത് ഈ ഗ്രാമത്തിലാണ്. ഇന്ന സൗജക്കി, നിന്റെ ഭർത്താവ് ഫി ആദിഹിൽ ഖർയ, ഈ ഗ്രാമത്തിലാണുള്ളത്. അതുകൊണ്ട് ഫദ്ഖുലിഹ, നീ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അലാ ബർക്കത്തില്ല, അള്ളാഹുവിൻ്റെ ബർക്കത്തോടു കൂടി അനുഗ്രഹത്തോടു കൂടി ഈ ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് അദ്ദേഹം പറയുകയും സുമ്മൻ സ്വറഫ, പിന്നെ അദ്ദേഹം പിരിഞ്ഞു പോവുകയും ചെയ്തു. റാജിയാൻ, മടങ്ങിക്കൊണ്ട്, ഇലാ മക്ക, അദ്ദേഹം തിരിച്ച് മക്കയിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. ഇൻസറഫ, പിരിയ, എന്നെ പിരിഞ്ഞു. സുമ്മ ഇൻസറഫ, പിന്നെ അദ്ദേഹം പിരിയുകയും ചെയ്തു. റാജിയാൻ, അദ്ദേഹം മടങ്ങിപ്പോവുകയും ചെയ്തു. ഇലാ മക്ക, മക്കയിലേക്ക്. ഓക്കെ, നമ്മൾ ആ അവസാന പേജിന്റെ സൈഡിലായിട്ട് കാണാം, അബൂ സലമ വ ഉമ്മു സലമ കാന മിനൽ അശറത്തിൽ അവ്വലീൻ, ആദ്യ 10 പേരിൽപ്പെട്ട ആളുകളായിരുന്നു അവർ രണ്ടുപേരും. അബൂ സലമ റളിയല്ലാഹു അൻഹുവും ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും, അവർ രണ്ടുപേരും ആദ്യ 10 പേരിൽപ്പെട്ട, മിനൽ അശറത്തിൽ അവ്വലീൻ, ആദ്യ 10 പേരിൽപ്പെട്ട ആളുകളായിരുന്നു. ഏത് 10 പേര്? അല്ലദീന ഹാജറു, ഹിജറ പോയ ആളുകൾ, ഇലൽ ഹബിഷ, എത്യോപ്യയിലേക്ക്, ഹബ്സീനിയയിലേക്ക് അഥവാ എത്യോപ്യയിലേക്ക് ഹിജറ പോയ ആദ്യ 10 പേരിൽപ്പെട്ട ആളുകളായിരുന്നു അബൂ സലമയും ഉമ്മു സലമയും. പഠിച്ചു വെക്കാം. ഓക്കെ.